ടാറ്റയുടെ 10,000 കോടി നിക്ഷേപം മുഖ്യമന്ത്രിയുടെ ശീലം കേരളത്തിന് അപമാനമെന്ന് CPM. കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ 10,000 കോടി നിക്ഷേപിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഒരിക്കലും ചേരാത്തതാണെന്ന് CPM. LDF സർക്കാരിൻ്റെ കാലത്ത് ടാറ്റയുടെ ഉപകമ്പനികളിലൊന്നായ ആപ്ഷൻ ഇന്ത്യ ലിമിറ്റഡും മലബാർ സിമന്റും തമ്മിൽ ഒരു കരാർ ഒപ്പുവച്ചിരുന്നു. 500 കോടി രൂപ മുതൽ മുടക്കുള്ള ബോട്ട് നിർമ്മാണശാലയാണ് അതിലൂടെ വിഭാവനം ചെയ്തത്. ഇപ്പോൾ VD സതീശൻ ടാറ്റയ്ക്ക് കപ്പൽ നിർമ്മാണം നടത്തുന്നതിന് ഭൂമി നൽകുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു യൂണിറ്റ് തുടങ്ങാൻ ആലോചിക്കുന്നില്ല എന്നാണ് ടാറ്റയുമായി ബന്ധപ്പെട്ട വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് കാര്യത്തിലും നുണ പറയുന്ന മുഖ്യമന്ത്രിയുടെ ശീലം കേരളത്തിന് അപമാനമായി മാറിയിരിക്കുന്നുവെന്ന് CPM ആരോപിച്ചു. ഇതിനിടെ VD സതീശനെതിരെ കോൺഗ്രസിലെ പടയൊരുക്കവും തുടരുക തന്നെയാണ്. അലോഷ്യസ് സേവറിന് പിന്തുണയുമായി പ്രമുഖ നേതാക്കൾ രംഗത്തെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുണ്ടായിരുന്ന ഉൾപോരിന് കനം വെപ്പിച്ച് കോൺഗ്രസിൽ കുറുമുന്നണിക്ക് പടയൊരുക്കം. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവർ നടത്തിയ സ്വതന്ത്ര പോരാട്ടത്തിന് ചില നേതാക്കളുടെയും പിന്തുണയുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ നിന്നും സതീശൻ പുറത്തായതും പുതുപ്പള്ളിയിലെ സ്മൃതി കുടീരത്തിൽ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെത്തിയതുമെല്ലാം ആഭ്യന്തര പോരിന്റെ പ്രകടിത രൂപമാണ്. മുഖ്യമന്ത്രി കസേരയിൽ സതീശന് 1 വർഷത്തെ ആയുസ് മാത്രം പ്രവചിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. മുഖ്യമന്ത്രിയുടെ രീതിയിൽ അതൃപ്തരായ മന്ത്രിമാരുമുണ്ട്. സ്വന്തം വകുപ്പിൽ മിടുക്കനായി ഒറ്റയ്ക്ക് പോകുന്ന രീതിയാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കാനുള്ള കണിശത K. മുരളീധരനും പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാണ് പാർട്ടിയും സർക്കാരും 2 വഴിക്ക് പോകുന്നത് ഒഴിവാക്കാനുള്ള മുൻകരുതൽ ലീഗ് സ്വീകരിച്ചത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ അലോഷ്യസ് സേവർ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും പറയേണ്ട രീതി ഇതായിരുന്നില്ലെന്ന അഭിപ്രായത്തിനാണ് കോൺഗ്രസിൽ മുൻതൂക്കം. അലോഷ്യസ് പറഞ്ഞതിനെ തള്ളാതെയും പറഞ്ഞ രീതിയെ കൊള്ളാൻ തയ്യാറാകാതെയും AICC ജനറൽ സെക്രട്ടറി വേണുഗോപാൽ നടത്തിയ പരാമർശത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. അലോഷ്യസിന്റെ കൈപിടിച്ച് VM സുധീരൻ നടത്തിയ പ്രശംസയും പുകഴ്ത്തലുമാണ് കോൺഗ്രസിനുള്ളിലെ ഉൾപോരിന് കനം വെപ്പിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ സതീശനുമായി ഇടഞ്ഞ സുധീരൻ അവസരം വന്നപ്പോൾ വിയോജിപ്പ് ഒന്നുകൂടി ഉറപ്പിച്ചു. KSUവിനെ മുൻനിർത്തിയുള്ള ആഭ്യന്തര പോരാണ് അലോഷ്യസിന്റെ പ്രതികരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവരാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നവരിൽ ഏറെയും. പാർട്ടിക്ക് പരാതി നൽകാതെ അലോഷ്യസ് നടത്തിയ പരസ്യ പ്രതികരണവും പ്രതിഷേധവും ചില അജണ്ടകളുടെ ഭാഗവും മോഹഭംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് എറണാകുളം KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ തുറന്നടിച്ചത്. ഔദ്യോഗികമായി പരാതി നൽകാതെ മാധ്യമങ്ങൾക്ക് പ്രതികരണങ്ങൾ നൽകി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതിനു ശേഷമാണോ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടേണ്ടതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ചോദിച്ചു. സതീശന്റെ അനുഗ്രഹാശിസുകളോടെയാണ് അലോഷ്യസ് അധ്യക്ഷ പദവിയിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ അലോഷ്യസിനുണ്ടായ മനംമാറ്റത്തിന് പിന്നിലുള്ള കാരണത്തിലാണ് കോൺഗ്രസിലെ ഉൾപാർട്ടി പോരിന്റെയും പ്രതിഷേധത്തിന്റെയും വേരിറങ്ങിയിട്ടുള്ളതെന്ന് വ്യക്തം. ഉമ്മൻചാണ്ടി ഇരുന്ന അതേ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉമ്മൻചാണ്ടിയാവുക എന്നത് ആർക്കും സാധിക്കില്ല. പക്ഷേ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ പൊതുപ്രവർത്തകന്റെയും ചുമതലയാണെന്നാണ് ഉമ്മൻചാണ്ടി സാർ നമ്മളെ പഠിപ്പിച്ചതെന്ന് സാമൂഹിക മാധ്യമക്കുറിപ്പിൽ സതീശൻ അനുസ്മരിച്ചു.